നമസ്കാരം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആത്മഹത്യാ പ്രേരണ, ഗൂഢാലോചന, മർദ്ദനം, റാഗിംഗ് എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതികളുടെ വാദം. സിദ്ധാർത്ഥൻ ക്രൂരമായ റാഗിങ്ങിനും കൊടിയ മർദ്ദനത്തിനും ഇരയായെന്ന് CBIയുടെ അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതികളുടെ ജാമ്യത്തെ എതിർത്ത് കക്ഷി ചേർന്ന സിദ്ധാർത്ഥിന്റെ അമ്മ MR ഷീബ നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. അതിക്രൂരമായ ആക്രമണമാണ് തന്റെ മകൻ നേരിട്ടത്. വൈദ്യസഹായം പോലും നൽകാൻ പ്രതികൾ തയ്യാറായില്ല. തുടരന്വേഷണം വേണമെന്ന കാര്യവും CBI റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതിനാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണം എന്നാണ് സിദ്ധാർത്ഥന്റെ അമ്മയുടെ ആവശ്യം. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫെബ്രുവരി 15-ന് വീട്ടിലേക്ക് പോകുന്നതിനായി സിദ്ധാർത്ഥ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അന്ന് രാത്രി 2 മണിയോടെ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചു. 16-ാം തീയതി രാവിലെ 8 മണിക്ക് ഹോസ്റ്റലിൽ തിരിച്ചെത്തി. അന്ന് രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത്. ആദ്യം കോളേജിന് സമീപത്തെ മലമുകളിൽ വെച്ചും പിന്നീട് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും പ്രതികൾ ക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നാണ് കേസ്. തുടർന്ന് ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലെത്തിച്ചു. അവിടെ വെച്ചും സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു. വയറിലും മുതുകിലും പലതവണ ചവിട്ടി. സിദ്ധാർത്ഥനെ അടിവസ്ത്രം മാത്രം ധരിക്കാനേ അനുവദിച്ചുള്ളൂ. അടിവസ്ത്രത്തിൽ ഹോസ്റ്റൽ ഇടനാഴിയിൽ നടത്തി നിലവിളി കേട്ടതായി പല വിദ്യാർത്ഥികളും മൊഴി നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥനെ കൊണ്ട് തറ തുടപ്പിച്ചു. പ്രതികൾ ഓരോ മുറിയിലും തട്ടിവിളിച്ച് ഉറങ്ങിയവരെ വിളിച്ചുണർത്തി. എല്ലാവരെയും പുറത്തേക്ക് വിളിച്ചു. സിദ്ധാർത്ഥനെ ഹോസ്റ്റലിന് പുറത്ത് നടുമുറ്റത്ത് എത്തിച്ചു. അടിവസ്ത്രത്തിൽ നിർത്തി പരസ്യ വിചാരണ തുടങ്ങി. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയിപ്പിക്കുകയും ക്ഷമാപണം നടത്തിക്കുകയും ചെയ്തു. ശേഷം നടുമുറ്റത്ത് വെച്ച് വീണ്ടും മർദ്ദനം തുടങ്ങി. ബെൽറ്റും ഗ്ലൂഗണ്ണും ചാർജറിൻ്റെ കേബിളും ഉപയോഗിച്ച് മർദ്ദിച്ചു. പലതവണ സാങ്കല്പിക കസേരയിൽ ഇരുത്തി. ഇരിക്കാനാവാതെ സിദ്ധാർത്ഥ് നിലത്ത് വീണു. പിന്നീട് 1-ാം നിലയിലെ ഡോർമെറ്ററിയിൽ എത്തിച്ച് അവിടെ വെച്ചും മർദ്ദിച്ചു എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് കണ്ടു എന്ന സാക്ഷിമൊഴിയുണ്ട്. കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കിയെങ്കിലും വേദന കൊണ്ട് സാധിച്ചില്ല. തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു. എന്നിട്ടും ഡോക്ടറെ കാണിക്കാൻ ആരും തയ്യാറായില്ല. 18-ാം തീയതി നേരം വെളുത്തതിന് ശേഷം ആരും സിദ്ധാർത്ഥനെ കണ്ടിട്ടില്ല. ഒരു വിദ്യാർത്ഥി ശുചിമുറി തള്ളി തുറന്നപ്പോൾ സിദ്ധാർത്ഥ് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടികളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയത് വിവാദമായിരുന്നു. സസ്പെൻഷനിലായിരുന്ന ആഭ്യന്തര വകുപ്പിലെ സെക്ഷൻ ഓഫീസർ ബിന്ദുവിനാണ് സ്ഥാനക്കയറ്റം നൽകിയത്. തുറമുഖ വകുപ്പിൽ അണ്ടർ സെക്രട്ടറി ആയിട്ടാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത്. കേസ് സംബന്ധിക്കുന്ന രേഖകൾ CBIക്ക് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിനായിരുന്നു ബിന്ദു നടപടി നേരിട്ടത്. വീഴ്ചയെ തുടർന്ന് 3 ഉദ്യോഗസ്ഥരെയായിരുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല നടപടികൾ നേരിട്ടിട്ടില്ല എന്ന പരാമർശത്തോടെയാണ് ബിന്ദു എന്ന ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ കോളേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CBIയുടെ ആദ്യഘട്ട കുറ്റപത്രത്തിൽ 20 പ്രതികളാണ് ഉള്ളത്. അവരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കേസാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടതും നിയമ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോയതും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുകയും തന്റെ മരണത്തിന് ഉത്തരവാദികളായ വ്യക്തികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്ന് പലകുറി ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നിവേദനം നൽകി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ നൽകിയ നിവേദനം പരിശോധിച്ച മുഖ്യമന്ത്രി ഉടൻ തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഇതും വാർത്തകളിൽ വലിയ സാന്നിധ്യമായി. SFI വിദ്യാർത്ഥികളാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ CPM-ഉം SFI-യും ഈ ഒരു സംഭവത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. SFI വിദ്യാർത്ഥികൾ കയറിയിറങ്ങി റാഗിങ്ങും നടത്തി പലവിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ കോളേജ് ഹോസ്റ്റലിൽ പലകുറി നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. റാഗിംഗ് അവിടെ ഒരു സ്ഥിരം സംഭവമാണെന്നും അതിൽ ആരും നടപടിയെടുക്കാറില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ നാരായണൻ എന്ന വ്യക്തി ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ടും കുറ്റാരോപണ വിധേയനായിരുന്നു. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും അതുപോലെ അധ്യാപകരുമൊക്കെ ഈ മർദ്ദനത്തിനും ഈ മരണത്തിനും ഒക്കെ തന്നെ കൂട്ടുനിന്നു. അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണമാണ് വ്യാപകമായി ആ സമയത്ത് ഉയർന്നത്. ശക്തമായ നിയമ നടപടികൾ കൃത്യമായ സമയത്ത് എടുത്തതുകൊണ്ട് മാത്രമാണ് ഈ കേസ് CBI അന്വേഷിച്ചതും മറ്റ് നടപടികളിലേക്ക് കടന്നതും. മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ വാർത്തയും ഈ മരണവും ഇതിൻ്റെ അനുബന്ധ ഘടകങ്ങളും ചർച്ച ചെയ്തു. വലിയ രാഷ്ട്രീയ വിവാദങ്ങളും കോളിളക്കങ്ങളും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അതിനുശേഷമാണ് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് CBI കേസ് അന്വേഷിച്ച് ആദ്യഘട്ട കുറ്റപത്രം നൽകിയത്.